ഏശയ്യാ 13 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആമോസിന്റെ പുത്രനായ ഏശയ്യായ്ക്ക് ബാബിലോണിനെ സംബന്ധിച്ചുണ്ടായ ദർശനം. മൊട്ടക്കുന്നിൽ അടയാളം ഉയർത്തുവിൻ, അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ. പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശി അവർക്ക് അടയാളം നൽകുവിൻ. ഞാൻ തന്നെ എൻ്റെ വിശുദ്ധ ഭടന്മാരോട് കൽപ്പിച്ചു. എൻ്റെ കോപം നടപ്പാക്കുന്നതിന് എൻ്റെ ഔന്നത്യത്തിൽ അഭിമാനം കൊള്ളുന്ന വീരപോരാളികളെ ഞാൻ നിയോഗിച്ചു. അതാ പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ പോലുള്ള ആരവം, രാജ്യങ്ങളുടെ അലർച്ച, ജനതകൾ ഒന്നിച്ചു ചേരുന്ന ശബ്ദം. സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു. ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിൻ്റെ ആയുധങ്ങളും ദൂരദേശത്ത് നിന്ന് ആകാശത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ നിന്ന് വരുന്നു. ഉച്ചത്തിൽ വിലപിക്കുവിൻ, കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും. എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാവരുടെയും ഹൃദയം ഉരുകും, അവർ സംഭ്രതരാകും. കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും. ഈറ്റുനോവെടുത്തവളെ പോലെ അവർ പിടയും. അവർ പരസ്പരം തുറച്ചു നോക്കുകയും അവരുടെ മുഖം ജ്വലിക്കുകയും ചെയ്യും. ഇതാ, കർത്താവിൻ്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടി അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല. ലോകത്തെ അതിൻ്റെ തിന്മ നിറഞ്ഞ നിമിഷവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔന്നത്യം ഞാൻ അവസാനിപ്പിക്കും, നിർദ്ധയൻ്റെ ഗർവ്വം ഞാൻ ശമിപ്പിക്കും. മനുഷ്യൻ തങ്കത്തേക്കാൾ മനുഷ്യവംശം ഓഫീർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ രോഷത്തിൽ, അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്നിളകും. വേട്ടയായി പോടുന്ന മാൻകുട്ടിയെപ്പോലെയും ഇടയനില്ലാതെ ആടുകളെപ്പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും. കാണുന്നവനെയെല്ലാം കുത്തിപ്പിടരും, പിടികിട്ടുന്നവനെയെല്ലാം വാൾനിരയാക്കും. അവരുടെ ശിശുക്കളെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കും. അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും, അവരുടെ ഭാര്യമാർ അപമാനിതരാകും. ഞാൻ മേദിയക്കാരെ അവർക്കെതിരെ ഇളക്കിവിടുന്നു. അവർ വെള്ളി കാര്യമാക്കുന്നില്ല, സ്വർണത്തിൽ താല്പര്യവുമില്ല. അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും. ഉദരഫലത്തോട് അവർക്ക് കരുണ ഉണ്ടാവുകയില്ല, ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോദോമും ഗൊമോറയും പോലെ ആയിത്തീരും. അതെന്നും നിർജ്ജനമായിരിക്കും. തലമുറകളോളം അതിൽ ആരും വസിക്കുകയില്ല. അറബികൾ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആല ഉണ്ടാക്കുകയില്ല. അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും. അതിൻ്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ വസിക്കും, കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും. അതിൻ്റെ ഗോപുരങ്ങളിൽ ചെന്നായിക്കും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാർക്കും ഓരിയിടും. അതിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു, അതിൻ്റെ ദിനം ദീർഘിക്കുകയില്ല. ഏശയ്യാ 14 അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന് യാക്കോബിൻ്റെ മേൽ കാരുണ്യമുണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും. വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിൻ്റെ ഭവനത്തിൽ ലയിച്ചു ചേരും. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രായേൽ കർത്താവിൻ്റെ ദേശത്ത് അവരെ ദാസിദാസന്മാരാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും. തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും: മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി, അവൻ്റെ ഔന്നത്യം എങ്ങനെ നിലച്ചു. കർത്താവ് ദുഷ്ടൻ്റെ ദണ്ഡ് തകർത്തിരിക്കുന്നു. കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദനഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു. ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു. അവർ ഗാനം ആലപിച്ച് ഉല്ലസിക്കുന്നു.
സരള മരങ്ങളും ലബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു. നീ വീണുപോയതുകൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല. നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളങ്ങളിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിട്ടപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും. ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ? ജനതകളുടെ രാജാക്കന്മാർ താന്താങ്ങളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്ര കൊള്ളുന്നു. നീയാകട്ടെ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു. വാൾനിരയായി പാതാളഗർത്തത്തിലെ കല്ലിടുക്കുകളിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട് നിന്ദ്യമായ അകാലമുളയെന്ന പോലെ ചവിട്ടിയരയ്ക്കപ്പെട്ട മൃതശരീരം എന്ന പോലെ നീ കിടക്കുന്നു. സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംഹരിക്കപ്പെടുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കുകയായിരിക്കട്ടെ. പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ. അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങളെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടത് തന്നെ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപ്പൊയ്കകളുമാക്കും. നാശത്തിൻ്റെ ചൂലുകൊണ്ട് ഞാൻ അതിനെ തൂത്തുകളയും. സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു, ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും. ഞാൻ നിശ്ചയിച്ചത് നിറവേറും. എൻ്റെ ദേശത്തുള്ള അസരിയക്കാരനെ ഞാൻ തകർക്കും. എൻ്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടി മെതിക്കും. അവൻ്റെ മുഖം അവരിൽ നിന്ന് നീങ്ങിപ്പോകും, അവരുടെ തോളിൽ നിന്ന് അവൻ്റെ ഭാരവും. ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണത്. എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് നിശ്ചയിച്ചത്. ആർക്കതിനെ ദുർബലമാക്കാൻ കഴിയും? അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു. ആർക്കതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും? ആഹാസ് രാജാവ് മരിച്ച ശേഷം ഉണ്ടായ അരുളപ്പാട്: ഫിലിസ്ത്യരെ, നിങ്ങൾ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട. സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും. അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായി തീരും. ദരിദ്രരുടെ ആദിജാതർക്ക് ഭക്ഷണം ലഭിക്കും. പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും. എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും. നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും. കവാടമേ വിലപിക്കുക, നഗരമേ കരയുക. ഫിലിസ്തീരെ, നിങ്ങളെല്ലാവരും ഭയം കൊണ്ടുരുകുവിൻ. വടക്ക് നിന്ന് ഒരു ധൂമപടലം ഉയർന്നു. സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല. ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും? കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും.